പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും ഇംഗ്ലീഷ് ക്ലബ്ബ് ഉണ്ട്. ഇത് ഈ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ സ്കൂൾ മാഗസിനാണ് റെയിൻബോ. കുരുവട്ടൂരിന്റെ വികസന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതെ, ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. ആർവിജി മാഷ്, വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ എന്ന് തോന്നിയത് നിങ്ങളുടെ സ്മാർട്ട് ഇംഗ്ലീഷ് പദ്ധതിയാണ്. അധ്യാപകരുടെ ആത്മവിശ്വാസവും ശേഷിയും വർദ്ധിപ്പിക്കുക വളരെ പ്രധാനമാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ. എന്ന് തന്നെയുമല്ല, അത് ഇംഗ്ലീഷ് മീഡിയം ആവശ്യമില്ല, ഇംഗ്ലീഷിൽ ഉള്ള പരിജ്ഞാനം വർദ്ധിപ്പിക്കലാണ് യഥാർത്ഥ ലക്ഷ്യം എന്നതും വളരെ ശരിയായ സമീപനമാണ്. എത്രമാത്രം വിജയകരമാണിത്? നല്ല വിജയത്തിലേക്കാണ് പോകുന്നത്. 2 വർഷമായി നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതെങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? വിജയകരമാണ് എന്നെങ്ങനെ വിലയിരുത്തുന്നത്? അധ്യാപകർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള കുട്ടികളിലേക്ക് അവരെ വീട്ടിലുണ്ടാവുന്ന സംഭവങ്ങളും എല്ലാം പറഞ്ഞിട്ട് നല്ല പ്രതികരണം അതാണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ നടക്കുന്നത്. എങ്ങനെയാ അത് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടായി, എത്രമാത്രം കുട്ടികളുടെ കഴിവ് വർദ്ധിച്ചു എന്ന് എങ്ങനെയാണ് നമ്മൾ അളക്കുക? ഞങ്ങൾ മോണിറ്ററിംഗ് സമിതി സ്കൂളിൽ പോയിട്ട് മോഡൽ ക്ലാസ്സെല്ലാം നടത്തി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ആ മോണിറ്ററിംഗ് സമിതിയിൽ ആരൊക്കെയാണ് ഉള്ളത്? പഞ്ചായത്ത് പ്രതിനിധികളും AU അടക്കമുള്ള ആളുകൾ, BPO. അവരുടെ റിപ്പോർട്ടുകൾ ഉണ്ടോ? പഞ്ചായത്തിൽ. അവരെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അവർ ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്ന രൂപത്തിൽ തന്നെയാണ് പറയുന്നത്. അല്ല, ആ മാറ്റങ്ങൾക്ക് നമുക്ക് അളക്കാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന തെളിവുകൾ എന്താണ്? കുട്ടികളിൽ സംസാരശേഷി വർദ്ധിച്ചു വരിക. നിങ്ങളുടെ വീഡിയോയിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷകരമാകുമായിരുന്നു. ഈ റെയിൻബോ പത്രത്തിൻ്റെ കോപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ടോ? കുട്ടികൾ തയ്യാറാക്കിയ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ അത് മാസത്തിലൊന്നോ എങ്ങനെയാണ് ഇറങ്ങുന്നത്? അത് മാസത്തിലൊന്നാണ്. അതിപ്പോൾ എത്ര കോപ്പി വന്നു കഴിഞ്ഞു? 2 ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. ഇത് ഈ ഇംഗ്ലീഷിൻ്റെ സ്മാർട്ട് ഇംഗ്ലീഷ് തുടങ്ങിയതിന് ശേഷമാണ് ആ നടപടി. എത്ര നാളായി തുടങ്ങിയിട്ട്? 2 വർഷമായി. 2 വർഷമായി. അപ്പോൾ അത് ക്ലാസ്സിലെ പരീക്ഷയുടെ മാർക്കുകളിലോ അല്ലെങ്കിൽ കുട്ടികളെ മറ്റ് സ്കൂളിലെ കുട്ടികളുമായിട്ട് ഇടപെടുന്നതിലുള്ള വ്യത്യാസങ്ങൾ എന്തെങ്കിലും ശ്രദ്ധേയമായിട്ടുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഇംഗ്ലീഷിൽ മാത്രം ശ്രദ്ധേയമായ മാറ്റമുണ്ട്. ഇത് രക്ഷകർത്താക്കളൊക്കെ അറിയുന്നുണ്ടോ? കുട്ടികളുടെ PTA കമ്മിറ്റികൾ പറയുന്നുണ്ട്, ഗ്രാമസഭകൾ പറയുന്നുണ്ട്. നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര സ്കൂളുകളുണ്ട്? 12 സ്കൂളുകളാണുള്ളത്. 12 എല്ലാം ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളാണോ? അല്ല, 12ൽ 2 ഹയർ സെക്കൻഡറി സ്കൂളാണ്, സർക്കാരിൻ്റെതാണ്. അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം അൺഎയ്ഡഡ് ഇല്ല. അൺഎയ്ഡഡ് ഒരു നഴ്സറി മാത്രമേ ഉള്ളൂ. ഒരു നഴ്സറി മാത്രമേ ഉള്ളൂ അല്ലേ? അത് ശരി. അപ്പോൾ പഞ്ചായത്തിലെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനായിട്ട് പുറത്ത് പോകുന്നുണ്ടോ? പുറത്ത് പോകുന്നുണ്ട്. അത് എത്ര പേര് പോകുന്നുണ്ടെന്നുള്ളത് അറിയാമോ? അത് കുറേയുണ്ട്, വളരെ അധികം കൂടുതലില്ല. അല്ല, അത് ഇപ്പം ഇവിടെ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച് തുടങ്ങിയപ്പോൾ പഞ്ചായത്തിന് പുറത്തുള്ള സ്കൂളിൽ പോകുന്നത് കുറഞ്ഞിട്ടുണ്ടോ? കുറഞ്ഞത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെ? അതിൻ്റെ എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? എത്ര പേര് പുറത്ത് പോയി പഠിക്കുന്നുണ്ട്? അവിടെ എക്കണോമിക് ആയിട്ട് കൂട്ടാൻ വെച്ചിട്ടുള്ള സ്കൂളുകൾ അതെല്ലാം ഇപ്പോൾ 100ൽ താഴെയായിരുന്നു. അവിടെ 127 വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഇതിൻ്റെ ഒരു വിവരങ്ങളെല്ലാം തന്നെ ഗ്രാമസഭയിലും PTA കമ്മിറ്റികളിലും അവരെല്ലാം പറയുകയും ഇങ്ങനെ സ്കൂളുകളിലും അധ്യാപകരെല്ലാം സജ്ജരാക്കിയിട്ടുണ്ട്. അവരും കൂടി ഈ അധ്യാപകർ അത് തന്നെയാണോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എടുക്കുന്നത് എന്ന രൂപത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കി. അപ്പോൾ അതിനുശേഷം സ്കൂളിലെ എൻറോൾമെൻറ്റ് കൂടിയിട്ടുണ്ടോ? എൻറോൾമെൻറ്റ് കൂടിയിട്ടുണ്ട്. എല്ലാ സ്കൂളും കൂടിയിട്ടില്ല, ചില സ്കൂളുകളിലും നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രതീക്ഷയുണ്ട്. വളരെ നല്ലത്. എനിക്കറിയാനുള്ളത് വനിതാ മെമ്പർമാരിൽ നിന്നാണ്. നിങ്ങളെ സ്കൂളുകളിൽ നിന്ന് പെൺകുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെ പറ്റിയിട്ട് വല്ല വിവരം ലഭ്യമാണോ? സ്കൂളുകളിൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവാറില്ല. കാരണം സ്കൂൾ PTA ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അഥവാ ഏതെങ്കിലും കുട്ടികൾ 4 ദിവസത്തിലധികം വരാഞ്ഞാൽ ആ കുട്ടികളുടെ വീട്ടിൽ പോയി അവരുടെ സാഹചര്യങ്ങൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവരുടെ സാഹചര്യങ്ങൾ അന്വേഷിക്കുകയും അതിനുവേണ്ട പ്രതിവിധികൾ സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പം നിങ്ങൾ സ്കൂളിൽ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ഇല്ല എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ശിശു സൗഹൃദ ടോയ്ലറ്റുകളുണ്ടോ അംഗൻവാടികളിൽ? അതിനും ഇല്ല എന്നാണ് മറുപടി എഴുതിയിരിക്കുന്നത്. ടോയ്ലറ്റുകളുണ്ട്, പിന്നെ ഇതിലിപ്പോൾ ഈ ശിശു സൗഹൃദമായിട്ട് ഉള്ളതില്ല എന്ന് പറഞ്ഞതാണ്. പിന്നെ സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഹയർ സെക്കൻഡറി സ്കൂളിൽ പൈമ്പർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ടാവും? 13 യൂണിറ്റ്. തണ്ണീർത്തടം നഷ്ടപ്പെട്ടത് എത്രയാണെന്നൊന്നും ഉള്ള വിവരമൊന്നും തന്നിട്ടില്ല. വയൽ അല്ലെങ്കിൽ തണ്ണീർത്തടം നഷ്ടപ്പെട്ടിട്ടുണ്ടോ പഞ്ചായത്തിന്? തണ്ണീർത്തടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടിട്ടാണ്? അത് പിന്നെ ഭൂമി ഇല്ലാത്ത ആളുകൾ 5 സെൻറ്റൊക്കെ വയലൊക്കെ വാങ്ങിയിട്ട് അവിടെ ഫില്ല് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കുറേ മാറ്റം വന്നിട്ടുണ്ട്. അതിന് തീരെ പെർമിഷൻ കൊടുക്കാതെ അതിൽ നിന്ന് ആളുകളെ അകറ്റി കൊണ്ടുപോകുന്ന ഒരു നല്ല ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്. ബുദ്ധിമാന്യം ഉള്ള കുട്ടികളെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രത്യേക കഴിവുകളിൽ വ്യത്യസ്തതയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള പരിപാടികളുടെ കാര്യം പറഞ്ഞതിൽ ഒരു കെട്ടിടം പണിഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം, അവിടെ വൈദ്യുതി കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ വൈദ്യുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് എന്താണ് ഒരു പരിപാടി? അവർക്ക് അവിടെ ക്ലാസ് മുറികൾ സജ്ജീകരിച്ച് അതിൻ്റെ ഫർണിച്ചർ വാങ്ങിച്ചു കഴിഞ്ഞു. കുട്ടികളെ ഗ്രേഡിംഗ് നടത്തി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുവേണ്ട അധ്യാപകരെയും ആയമാരെയും വാഹനം എല്ലാം തന്നെ ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈദ്യുതി കിട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ അവിടേക്ക് ക്ലാസ് തുടങ്ങാനുള്ള നടപടിയായി. അവരുടെ വിദ്യാഭ്യാസത്തെ പറ്റി എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ? അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു സ്പെഷ്യൽ സ്കൂൾ കെട്ടിടം ഉണ്ടാക്കി അതിലേക്ക് IQ ടെസ്റ്റ് നടത്തി 21 കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കുട്ടികൾക്ക് അവിടെ സ്പെഷ്യൽ സ്കൂളിൽ ക്ലാസ് തുടങ്ങാനുള്ള അധ്യാപകരെയും അതിലുള്ള ജീവനക്കാരെയും ഒക്കെ തയ്യാറാക്കി കഴിഞ്ഞു. പക്ഷേ കറണ്ടിൻ്റെ ഒരു പ്രശ്നം, വിദ്യുത് ശക്തി കിട്ടാത്ത ഒരു പ്രശ്നം കൊണ്ടായിരുന്നു തുടങ്ങാഞ്ഞത്. 2 ദിവസത്തിനുള്ളിൽ വിദ്യുത് ശക്തി കിട്ടുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഈ ആഴ്ച തന്നെ, അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതാണ്. ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതാണ്. അല്ല, മെമ്പർ പറഞ്ഞു IQ ടെസ്റ്റ് നടത്തിയിട്ടാണ് കുട്ടികളെ തിരഞ്ഞെടുത്തതെന്ന്. IQ ടെസ്റ്റ് അല്ലാതെ സാധാരണ ആളുകളിലും ഈ IQ ടെസ്റ്റ് നടത്തിയാൽ അതിൽ തോൽക്കുന്നവരൊക്കെ മന്ദബുദ്ധികളാവുമോ? അല്ല, ഞങ്ങളുടെ അംഗനവാടിയുടെ സർവേ പ്രകാരം ഉള്ള കുട്ടികളിൽ നിന്നും ഞങ്ങൾക്ക് 21 കുട്ടികൾക്കുള്ള സൗകര്യമേ തൽക്കാലം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ മറ്റുള്ള കുട്ടികളോടൊപ്പം എത്താൻ വേണ്ടി. അവരുടെ എന്താണ് അവരുടെ ബുദ്ധിമുട്ട്? പിന്നെ ചിലത് സ്കൂളിൽ പോയിട്ട് കുട്ടികളുടെ കൂടെ, ഒരിക്കലും ഇതിന്റെ ലക്ഷ്യം അവരെ സ്വന്തമായിട്ട് വളർത്തിക്കൊണ്ടുപോകുക എന്നുള്ളതല്ല. ആ സ്കൂൾ പഠിപ്പിക്കാൻ ബുദ്ധിമാന്യമോ ജന്മന അംഗവകയില്യമോ അങ്ങനെയുള്ള ആൾക്കാരാണോ? അല്ല, ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾ മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ. അതിൽ കുറച്ച് സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ള കുട്ടികളുണ്ടാവും. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് തീരെ പിന്നെ മോശമായുള്ള കണ്ടീഷനുള്ള കുട്ടികളെ മാത്രമാണ് പ്രത്യേക അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടി. അവരെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ടീച്ചർമാർ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ളവരാണോ? പരിശീലനം കിട്ടിയുള്ള ആളുകൾ. എവിടെയാണ് അവർ പരിശീലനം നേടിയത്? അവരിതിന്റെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ ആളുകൾ. അല്ല, എവിടെ നിന്നാണ് അവര്? സർക്കാർ അംഗീകരിച്ച, അത് നോക്കിയിട്ടില്ല. ഇതിന്റെ മെന്റൽ എഡ്യൂക്കേഷന്റെ. എത്ര ടീച്ചേഴ്സ് ഉണ്ട്? 2 പേര്. ഈ ഇലക്ട്രിസിറ്റിയും ഇത് നടത്തിപ്പോയിട്ട് എന്താ ഇത്ര വലിയ ബന്ധം? അത് നമ്മൾ അവസാനമാണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത എത്രയോ ഗ്രാമങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടക്കണ്ടല്ലോ. അല്ല, കുട്ടികളെ വെള്ളത്തിന്റെ എല്ലാം കോഴിക്കോട് തന്നെയുള്ള ഒരു മന്ദബുദ്ധി സ്കൂളുകൾ കുട്ടികൾ നടത്തുന്നിടത്ത് ഇലക്ട്രിസിറ്റി കിട്ടാതെയും അവർ ക്ലാസ്സുകൾ നടത്തുന്നുണ്ടല്ലോ. ഇതൊരു കുറച്ചൊരു വയലിന്റെ നടുവിലാണ്, നല്ല ചൂടുള്ള. വയലിന്റെ നടുവിലാണെങ്കിൽ ഇലക്ട്രിസിറ്റിയേ വേണ്ട, ധാരാളം വെളിച്ചവും ധാരാളം കാറ്റും കിട്ടില്ലേ. പകലല്ലേ ക്ലാസ്സാണ്. കുട്ടികൾക്ക് ബാത്റൂം സൗകര്യത്തിനൊക്കെ ഉള്ള വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട്, ഇപ്പൊ മോട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ വെള്ളം അടിച്ച് ഉപയോഗിക്കാന്നുള്ള ഒരു ഇതായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. കാരണം അങ്ങനെയുള്ള കുട്ടികളെ എന്താണ് ചെയ്യുന്നത്? അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്നതിൽ എന്താണ് പഞ്ചായത്ത് സൗകര്യം? പഞ്ചായത്ത് ആ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവരെ മറ്റു സ്കൂളുകളിൽ, പിന്നെ അടുത്തുള്ള സ്കൂളുകളിലെല്ലാം പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സാധാരണ സ്കൂളുകളിൽ തന്നെ അവർ പഠിക്കാൻ പോകുന്നു, അടുത്ത സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ അവിടെ കൊണ്ടുപോകാൻ കഴിയാത്ത രക്ഷിതാവ് കൂടെ കൊണ്ടുപോകൊണ്ടുള്ള പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ തുടങ്ങുന്ന നേരം ഇവിടേക്ക് മാറ്റുകയാണ്. പിന്നെ നമ്മൾ ഈ കോർപ്പറേഷനെ തൊട്ട് അയൽവക്കത്തായതുകൊണ്ട് ഗുണമോ ദോഷമോ? നമ്മൾ വിഴുങ്ങപ്പെടുമോ കോർപ്പറേഷനാൽ? കുറച്ചുകൂടി ദോഷമായിട്ടാണ് വരുന്നത്. ദോഷമാണ്. എന്തൊക്കെയാണ് ആളുകൾ കോർപ്പറേഷനിലുള്ള ഭൂമിക്ക് നല്ല വിലയുണ്ട്. അവിടെയുള്ള ഈ ഫ്ലാറ്റ് നിർമ്മിക്കുന്ന ആളുകൾ ഇവരെ ഭൂമിയെല്ലാം വാങ്ങി നല്ല വില കൊടുത്തിട്ട് അവരെല്ലാം നമ്മളെ പഞ്ചായത്തുകളിലേക്ക് ചേക്കേറുക. നല്ല കാര്യമല്ലേ? നല്ലതാണ്. പക്ഷേ ഇതുപോലെ ഈ വയൽ തൂർക്കുന്നതിലേക്കും തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് അങ്ങനെയാണ് വരുന്നത്. പിന്നെ വയൽ തണ്ണീർത്തടം നികത്തൽ, അതിന് നടപടികൾ എടുത്തിട്ടുണ്ടെന്ന് ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് നടപടിയാണ് അവിടെ? ഒന്ന് ജനങ്ങൾ തന്നെ പോയിട്ട് തടയുന്നതാണ്. കുറേ എണ്ണം അങ്ങനെ തടഞ്ഞു വെച്ചതാണ്. പിന്നെ കൃഷി ഓഫീസറെ ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് കൊണ്ടുള്ള നടപടികളാക്കി വെച്ചതുകൊണ്ട്. അല്ല, പുതിയ നിയമം അനുസരിച്ച് ഒരു നടപടിയും സാധിക്കില്ലല്ലോ. കാരണം നിയമത്തിന് അല്ല, പൂർണ്ണമായില്ല. ആക്റ്റുള്ള റൂൾസ് ആയില്ല. അപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അതിൽ നിന്ന്
പഠിപ്പിക്കാൻ